ഹലോ എവരിവൺ, ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് റാഫീസ് കിച്ചൻ ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് പായസത്തിന് വേണ്ട പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുപയർ പരിപ്പാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം പരിപ്പാണ് കേട്ടോ. അത് ഒരുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. പരിപ്പ് മുഴുവനായി ഫ്രൈ ആകുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ കുറച്ച് ഫ്രൈ ആകും, കുറച്ച് ഫ്രൈ ആകില്ല. പരിപ്പെടുത്ത് കടിക്കുമ്പോൾ ചതയുന്ന പരുവത്തിലാണെങ്കിൽ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. റോസ്റ്റായി കഴിഞ്ഞാൽ കടിച്ചു നോക്കുമ്പോൾ പരിപ്പ് പൊട്ടുന്ന പരുവത്തിലായിരിക്കും. ബ്രൗൺ ഗോൾഡ് നിറമാകുന്നത് വരെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപ്പ് നമുക്ക് കഴുകി മാറ്റി വെക്കാം. ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിലേക്ക്, അല്ലെങ്കിൽ ഒരു അടിക്കട്ടിയുള്ള പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകി വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പരിപ്പാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 2.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. മറ്റൊരു പാത്രത്തിൽ ശർക്കര പാനി തയ്യാറാക്കാം. 1 കപ്പ് പരിപ്പിന് 2 കപ്പ് ശർക്കരയാണ് എടുക്കേണ്ടത്. ഞാൻ 750 ഗ്രാം ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. 1/200 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ശർക്കര മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം എടുക്കാം. ശർക്കര എടുക്കുമ്പോൾ ഇതുപോലെ കറുത്ത ശർക്കര നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്നാലേ പായസത്തിന് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ലഭിക്കുകയുള്ളൂ. ശർക്കര പാനി തിളച്ചു കഴിഞ്ഞാൽ പരിപ്പ് നമുക്ക് തുറന്നു നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പരിപ്പും ശർക്കര പാനിയും വേറെ വേറെ ആയിട്ടാണ് കിടക്കുന്നത്. രണ്ടും കൂടി ഒന്നിച്ച് സെറ്റായി വരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. സെറ്റാകുന്നത് വരെ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. 2ാം പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയുടെ അതേ അളവിലാണ് തേങ്ങയും എടുക്കേണ്ടത്. ഞാൻ 5 വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/400 ഗ്രാം ഉണ്ടാകും കേട്ടോ. അത് ആദ്യം 1 കപ്പ് തേങ്ങക്ക് 1 കപ്പ് വെള്ളം എന്ന തോതിൽ 1ാം പാലും, ബാക്കി വന്ന തേങ്ങയിലേക്ക് 1 കപ്പ് തേങ്ങക്ക് 2 കപ്പ് വെള്ളം എന്ന നിലയിൽ 2ാം പാലും മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞെടുക്കണം. പരിപ്പ് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അടിയിൽ പിടിച്ചാൽ പായസത്തിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. 2ാം പാൽ വറ്റി ഒരു കുറുകിയ പരുവത്തിലേക്ക് പായസം എത്തണം കേട്ടോ. ഇതുപോലെ കുറുകി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുത്ത് ഇതുപോലെ കുറുകിയ പരുവത്തിലേക്ക് എത്തിക്കണം. ഏലക്കായും ചുക്കും കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഇത് കേട്ടോ. പഞ്ചസാര ചേർക്കുന്നത് നന്നായി പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. ഏലക്കായ് ചുക്ക് പൊടിച്ചത് 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് ഒന്ന് ഇളക്കി, പിന്നെ അടുത്ത ടേബിൾ സ്പൂൺ ഇട്ട് പിന്നെയും ഇളക്കി, പിന്നെ അടുത്തതിട്ട് പിന്നെയും ഇളക്കി കൊടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. 1/4 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കണം. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കുന്നതിന് തൊട്ട് മുമ്പായി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കണം. ഇതിന്റെ ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ആൻഡ് ഷെയർ മറക്കല്ലേ കൂട്ടരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. മറ്റൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കാം. അതിന്റെ കൂടെ കാഷ്നട്ടും മുന്തിരിയും ഒക്കെ ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുത്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റിയായ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി. ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ഓക്കെ, എന്നാൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.